ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാന്ത മൂവി ഗംഭീര പടം എന്ന് പറയാൻ പറ്റില്ല. ഗംഭീര അഭിനയം, ദുൽഖർ സൽമാൻ്റെ ഗംഭീര അഭിനയം എന്ന് വെച്ചാൽ ഇതൊരു ഗംഭീര അഭിനയമാണ്. കാരണം മിക്കവാറും ഉള്ളതും ക്ലോസപ്പ് ഷോട്ട് ആയിട്ട് പോലും ഇൻ്റർവെല്ലിൽ വരെ ദുൽഖറിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, പെർഫോമൻസ് പറയുമ്പോൾ അങ്ങനെ ഫൈറ്റോ അങ്ങനത്തെ പെർഫോമൻസ് അല്ല കേട്ടോ, അഭിനയം. അതായത് ഇത് റിയലും പാസ്റ്റും പ്രസൻറ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള പടമാണ്. അപ്പോൾ സിനിമയ്ക്കുള്ളൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയോ സിനിമയുടെ തോന്നാം. മഹാനദി, ദുൽഖറിന് പൊതുവേ ഇങ്ങനൊരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ ഈ പഴയകാല സിനിമകൾ എടുക്കുന്ന സമയത്ത് ആ മോഡലിലെടുത്ത എല്ലാ പടവും ഹിറ്റാണ്. മഹാനദി ആണേലും സീതാരാമമാണേലും ലക്കി ഭാസ്കർ, ഇങ്ങനെയുള്ള പഴയ കാലത്ത് ആ സെറ്റപ്പിലേക്കുള്ള സിനിമകളെല്ലാം നല്ല പെർഫോമൻസാണ്. അത് ദുൽഖറിനെ വല്ലാൻ സത്യം പറഞ്ഞാൽ വേറെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ മലയാളത്തിൽ മെയിനായിട്ടില്ല. പിന്നെ ദുൽഖറിൻ്റെ ഇപ്പം മലയാളത്തിൽ ഹിറ്റാവുന്നതിനേക്കാളും സിനിമ തമിഴിലും തെലുങ്കിലും പോയിട്ടാണ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്താ പടം എന്ന് വെച്ചാൽ, പടം ഒന്ന് സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ദുൽഖറിൻ്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം പറയാതിരിക്കില്ല, അത്രയും നല്ല പെർഫോമൻസ്. ഇതിപ്പം നമുക്ക് ട്രെയിലറിലെ കഥ എന്താ വെച്ചാൽ കഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ട്രെയിലർ കണ്ടവർക്കൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു ഗുരു വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അവൻ വളർന്നപ്പോൾ ഇവർക്ക് തമ്മിലുണ്ടാകുന്നൊരു ഈഗോ ക്ലാഷ്, ഇവർ തമ്മിലുള്ള വഴക്ക്, അവസാനം ഇവർ പിരിഞ്ഞിട്ട് അവസാനം വീണ്ടും രണ്ടുപേർക്കും കൂടി ഒരു സിനിമ ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് സിനിമ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നു. അപ്പോൾ വീണ്ടും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. അതുതന്നെയാണല്ലോ നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴും മനസ്സിലായത്. അതുകൊണ്ട് ഞാനിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു. ട്രെയിലറിന് 100% നീതി പുലർത്തിയ പോലെ തന്നെ തോന്നി. കാരണം ട്രെയിലറിൻ്റെ അതേ കഥയാണ്, വേറെ ഒറ്റ മാറ്റമില്ല. പിന്നെ പെർഫോമൻസ് കണ്ട ദുൽഖറിൻ്റെ പെർഫോമൻസ് പക്ക. പിന്നെ സിനിമ ബാക്കി ഇപ്പോൾ ഇതിലിപ്പോൾ അഭിനയിച്ചത് റാണ ദഗുപതി, പിന്നെന്താണ് ഭാഗ്യശ്രീ എന്ന നായികയുടെ പേര്. പിന്നെ സമുദ്രകന്യയും സൂപ്പറാക്കിയിട്ടുണ്ട്. സമുദ്രകന്യാണല്ലോ അതിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, പിന്നെ ആ സിനിമയ്ക്കുള്ളിലെ സംവിധായകനായിട്ട്. പിന്നെ പ്രൊഡ്യൂസർ ദുൽഖർ തന്നെയാണ്. പിന്നെ ഡയറക്ടർ സെൽവമണി സെൽവരാജ് എന്നാണ് ഡയറക്ടറിൻ്റെ പേര്, സെൽവമണി സെൽവരാജ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദുൽഖറിൻ്റെ പെർഫോമൻസ് സൂപ്പർ. പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് ഒരു 75% കിട്ടി. പിന്നെ പടം കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. ഒരു 2 മണിക്കൂർ 40 മിനിറ്റ് മറ്റേ പടമുണ്ട്. അത് 2.5 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഇത്ര ഇത് വരില്ല. പിന്നെ ഈ ഇൻ്റർവെല്ല് വരെയൊക്കെ നല്ല രസമായിട്ട് പോയി. ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ ദുൽഖറിന് അങ്ങനെ ഇല്ലാത്ത പോലെ അങ്ങോട്ട് ഇരുന്നു. പിന്നെ അവിടെ സെറ്റിൽ നടക്കുന്ന നമുക്കത് പറയാൻ പറ്റില്ല. സെറ്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഒന്ന് ദുൽഖർ ഇരുന്നെന്ന് തോന്നിയാലും ക്ലൈമാക്സിൽ പിന്നെ ദുൽഖറിൻ്റെ പെർഫോമൻസ് വീണ്ടും സൂപ്പറായിട്ടുണ്ട്. ദുൽഖറിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി ആ സിനിമ കാണാം. പിന്നെ പടവും തിയേറ്റർ വാച്ച് തന്നെയാണ്. നമ്മൾ മൊബൈലിൽ കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല. സ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് ഇഷ്ടപ്പെടാൻ ഉള്ള സാഹചര്യമില്ല. പിന്നെ അതിൽ അഭിനയ ചക്രവർത്തി എന്ന് 2-3-4 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അഭിനയ ചക്രവർത്തി ആണോ ചോദിച്ചാൽ ആ സിനിമയിൽ ദുൽഖറിൻ്റെ ഇത്രയും കാലം പെർഫോമൻസ് നോക്കുമ്പോൾ അഭിനയ ചക്രവർത്തി പോലെയൊക്കെ തോന്നും. നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ക്ലോസപ്പ് ഷോട്ട് വയ്ക്കുമ്പോൾ അഭിനയിക്കുക പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടല്ലേ. ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട്. ക്ലോസപ്പ് ഷോട്ടിൽ വെച്ചിട്ട് ലോങ് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ക്ലോസപ്പ് ഷോട്ടിൽ നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ ക്ലോസപ്പ് ഷോട്ടിൽ, മമ്മൂക്കൻ്റെയൊക്കെ ക്ലോസപ്പ് ഷോട്ടിലാണ് അവരിൻ്റെയൊക്കെ കൂടുതൽ വയ്ക്കുക. ആ അഭിനയമൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട് അഭിനയിക്കുക പറഞ്ഞാൽ അത് കുറച്ച് 1.5 പണിയാണ്. അതൊക്കെ ദുൽഖർ വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അടിച്ചുപൊളി പടമാണ്. അങ്ങനെ ഫൈറ്റ് ആ ലെവൽ ഡി ഫാൻസിന് പറ്റിയ ആ ലെവലിലേക്കൊന്നും അല്ല. പക്ഷേ എല്ലാവരുടെയും നായികയായിട്ട് വന്ന ഭാഗ്യശ്രീ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇവൻ്റെ ഒരു ഈഗോ ക്ലാഷ്, അതിൻ്റെ ഇടയിലൊരു പാവമായിട്ടുള്ളൊരു നായിക, അതാണ് മൊത്തത്തിൽ. ദുൽഖറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആണെങ്കിലും കുഴപ്പമില്ല, നല്ല അഭിനയം, എല്ലാം കൊണ്ടും കുഴപ്പമില്ല. പടം മൊത്തത്തിൽ നല്ലൊരു തിയേറ്റർ വാച്ച് മൂവിയായിട്ട് തോന്നി. പിന്നെ എൻ്റെ അഭിപ്രായമാണ്. കാണുന്നവർക്ക് കാണാം, കാണാത്തവർക്ക് കാണണ്ട. എനിക്ക് അങ്ങനെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നല്ലൊരു പടമായിട്ട് തന്നെ തോന്നി. കുറച്ചിടയിൽ സ്ലോ തോന്നി. അതാണ് ഈ 2 മണിക്കൂർ 38 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ഉണ്ട്. അതൊരു 2 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ പടം ഒന്നും കൂടി നമുക്ക് ബോറടിക്കാതെ തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഈ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഈ 2 മണിക്കൂർ 40 മിനിറ്റ് ഇട്ടതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സംഭവം നടക്കുമല്ലോ, ആ സംഭവത്തിനുള്ള കാരണങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതിൽ എനിക്ക് പേഴ്സണലി അതൊന്നും ഉൾക്കൊള്ളാൻ തോന്നിയില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണോ ഇത് ചെയ്തത് എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദുൽഖറിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ
നമുക്ക് വീണ്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നന്നായിട്ട് പെർഫോമൻസ്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നിങ്ങളെന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണും. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ.